ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പറമ്പത്തുനിന്ന് കുറച്ച് പൊറ്റുമ്മ കുമൽ കിട്ടി. നാടൻ കുമൽ. അത് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിന്. അതുപോലെ വലിയൊരു സവാള, ചെറിയുള്ളിയാണെങ്കിൽ ഒരു 12 എണ്ണത്തോളം എടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയുണ്ട്. നാടൻ കറിവേപ്പില, നാടൻ കറിയാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് കിട്ടുക കൂണിന്. നമുക്ക് ചൂടാകുമ്പോൾ 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില, ഒരു ഉണക്കമുളക്. തീ കുറച്ച് വെക്കാം. ഒരു 8 ഇഞ്ചി, അല്ല 8 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കരിഞ്ഞതും ചേർത്ത് കൊടുത്ത് 3 പച്ചമുളക് എരിവിന്. സവാള ചേർത്ത് കൊടുക്കുക. സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ തീ കുറച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, നമുക്കിനി മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളി രസത്തിനും ഈ കുമലുണ്ടല്ലോ ഒരു മധുരം ഉണ്ടാവും. ആ മധുരം പോകാനും വേണ്ടിയാണ്, കൊഴുപ്പും കൂടും. അതിനു വേണ്ടിയാണ് തക്കാളി ചേർക്കുന്നത്. മുമ്പെല്ലാം ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ച് അരി വറുത്ത് പൊടിച്ചിട്ടെല്ലാം ചേർക്കും. ഇപ്പം ആരും അങ്ങനെയൊന്നും മനസ്സിലില്ല. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളമായാൽ വളരെ എളുപ്പമാണ്. പച്ചവെള്ളമായാലും മതി. നമുക്ക് തീ കൂട്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുമളിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഇതിന് മാത്രം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ഇതെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ചേർത്ത കുമളി ഇതിൽ വെള്ളം ഉണ്ടാവും അടിയിൽ. കുമളിന് ഉപ്പിടുമ്പോൾ എപ്പോഴും കുറവേ ഇടാതെ. ഉപ്പിട്ട് കഴിഞ്ഞാൽ കുമൽ പകുതി വെന്ത പോലെ പകുതിയാവും. കുമലിൻ്റെ അളവ് നന്നായിട്ട് കുറയും. നമുക്കിനി ഒരു 10 മിനിറ്റോളം അടച്ച് വേവിക്കാം. തിളച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കുമിളിട്ടിട്ട് ഒരു 10-12 മിനിറ്റായേ. കുമിള് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും ചിക്കൻ മസാല ഇവിടുന്ന് പൊടിച്ച എല്ലാം കൂടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. നമുക്ക് മല്ലി ഇല ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. സാധാരണ ചേർക്കൽ പതിവില്ല. ഉള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായത് കൊണ്ടും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊരു 2 മിനിറ്റ് കൂടി തിളക്കട്ടെ. ഞാൻ അധികം എരിവാക്കിയിട്ടില്ല. 1 ടീസ്പൂണേ മുളക് പൊടി ഇട്ടില്ല. 3 പച്ചമുളക്,
പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പിന്നെ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളകും ചിക്കൻ മസാലയും കൂടിയിട്ട്, 8 വെളുത്തുള്ളി, ഒരു വലിയ സവാള, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ആവശ്യമുള്ളൂ. നമ്മളെ കുമിള് കറി ഇവിടെ റെഡിയായി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്.